പ്രിയമുള്ളവരെ, GK സെഷൻ എന്ന നമ്മുടെ ഈ പുതിയ ഒരു പങ്ക്തിയിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. പ്രിൻസിപ്പിയ എന്ന ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹമാണ് പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം രചിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതുപോലെ എലമെൻറ്റ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് യൂക്ലിഡാണ്. എലമെൻറ്റ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് യൂക്ലിഡ് ആണ്. അതുപോലെ മാനവികതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന പെട്രാർക്കാണ്. മാനവികതയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് പെട്രാർക്കിനെയാണ്. അതുപോലെ ജനിതക ശാസ്ത്രം ഉണ്ടല്ലോ, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരെയാണെന്നതാണ്. ഗ്രിഗർ മെൻഡലിനെയാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്, ഗ്രിഗർ മെൻഡൽ. അതുപോലെ നമുക്കറിയാം കോശം കണ്ടുപിടിച്ചത്. നമുക്കറിയാം ഇപ്പോൾ ഒരു കല്ലുകൾ ഇഷ്ടികകൾ അതൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരം കോശങ്ങൾ ചേർന്നതാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ശരീരം കോശങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അങ്ങനെയുള്ള കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? കോശം കണ്ടുപിടിച്ചത്. അതുപോലെ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് ലോകത്തിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ്. അദ്ദേഹമാണ് ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ ലൂയി ബ്രൗൺ ആണ് ടെസ്റ്റ് ട്യൂബ് ആദ്യമായി നിർമ്മിച്ചെടുത്ത ടെസ്റ്റ് ട്യൂബിലൂടെ നമ്മൾ അത്തരത്തിൽ ലാബിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയല്ലോ ലോകത്ത്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആസ്ഥ എന്ന അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ടെസ്റ്റ് ട്യൂബ് ശിശുണ്ട്. അതുപോലെ തന്നെ ലോകത്താദ്യമായി ടെസ്റ്റ് ട്യൂബിലൂടെ നിർമ്മിച്ചെടുത്ത ടെസ്റ്റ് ട്യൂബിലൂടെ ജന്മം നൽകിയ കുട്ടിയുടെ പേരാണ് ലൂയി ബ്രൗൺ. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ലൂയി ബ്രൗൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. അതുപോലെ ജി വിൻഡൺ സർഫ് ആണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ജി വിൻഡൺ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. ഇന്ത്യയിൽ 1996 ആദ്യമായി ഇൻ്റർനെറ്റ് സംവിധാനം വന്നത്. ഷമ്മി കപൂർ എന്ന വ്യക്തിക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ലഭിച്ചത്, ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമായത്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ റൗലറ്റ് ഹില്ലാണ് ലോകത്താദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? റൗലറ്റ് ഹിൽ. അവരാണ് പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പിതാവ്. പല സ്റ്റാമ്പ് ശേഖരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല രാജ്യത്തിനും ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാമ്പുണ്ട്, ബ്രിട്ടൻ സ്റ്റാമ്പ്, അങ്ങനെ പല രാജ്യത്തും പലതരം സ്റ്റാമ്പുകളുണ്ട്. അത് കളക്ട് ചെയ്യുന്നൊരു ഹോബീസൊക്കെ ഉണ്ട് അല്ലേ, സ്റ്റാമ്പ് ശേഖരണം. ഇനിയിപ്പോൾ കത്തുകളൊക്കെ കുറഞ്ഞ് ഇപ്പം ആശംസ കാർഡ് പോലെ പോകേണ്ടതിനായി ആശംസ കാർഡെങ്കിലും അടുത്ത കാലം വരെ അയക്കാറുണ്ടായിരുന്നു. അതിപ്പോൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കും ഇന്ത്യയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാണ്, ഇന്ത്യക്കകത്ത് പോലും സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ തപാൽ സ്റ്റാമ്പ് പതിച്ചുകൊണ്ടാണ് നമ്മൾ കത്തുകളും അതുപോലെ ആശംസ കാർഡൊക്കെ അയക്കാൻ. അപ്പോൾ അതിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്
റൗലറ്റ് ഹിൽ ആണ് പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. അതുപോലെ ജനറൽ ഓങ് സാങ് സൂക്കിയാണ് ആധുനിക മ്യാൻമാറിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത്. ആധുനിക മ്യാൻമാറിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ജനറൽ ഓങ് സാങ്ങിനെയാണ്. മ്യാൻമാർ നമ്മുടെ അയൽരാജ്യമാണ് മ്യാൻമാർ. ബർമ്മ എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. അതിൻ്റെ പഴയ ബർമ്മയുടെ ഇപ്പോഴത്തെ പേരാണ് മ്യാൻമാർ. അപ്പോൾ ജനറൽ ഓങ് സാങ് സൂക്കിയാണ് ആധുനിക മ്യാൻമാറിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത്. അതുപോലെ LTT നേതാവ് വേലുപ്പിള്ളി പ്രഭാകരനെ വധിക്കാൻ കാരണമായ യുദ്ധമുണ്ട്. അതിന് നേതൃത്വം നൽകിയത് അന്ന് ശ്രീലങ്ക പ്രസിഡൻ്റായിരുന്ന മഹീന്ദ രാജപക്സെയുടെ കാലഘട്ടത്തിലാണ്. ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പൊതുവെ GKയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഏതായാലും ഇത്രയും സമയം ഈ ക്ലാസ് ശ്രവിച്ചതിന് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.